ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ സ്കിൻ കെയറും അങ്ങനത്തെ ഹാക്സും അങ്ങനത്തെ ഒരു ഐറ്റംസേ അല്ല. ഇന്നത്തെ വീഡിയോ ടീനേജേഴ്സിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ് ആണ്. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു ടീനേജർ ടൈമിൽ എനിക്ക് ആരെങ്കിലും പറഞ്ഞു തന്നിരുന്നെങ്കിൽ ഒന്നുകൂടെ നന്നായിരുന്നു എന്ന് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോ ഫസ്റ്റ് ടിപ്പ് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വാല്യൂ നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. നമ്മുടെ വാല്യൂ മനസ്സിലാക്കാൻ ഈ ലോകത്തോട്ട് ആളുമില്ല. നമ്മുടെ വീട്ടുകാരായാലും ചില കേസുകളിൽ വീട്ടുകാർ പോലും നമുക്ക് ഒരു വാല്യൂ തരുന്നുണ്ടാവില്ല. അവരാരും തന്നില്ലെങ്കിൽ ഡോണ്ട് കെയർ, നമ്മുടെ വാല്യൂ നമ്മൾ തന്നെ മനസ്സിലാക്കുക. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ള പേഴ്സൺ നമ്മളാണ്, അതുകൊണ്ട് വേറെ ആരുമില്ല. നമുക്ക് വാല്യൂ തരാണ്ട് വേറൊരാൾ നമുക്ക് വാല്യൂ തരാൻ പോയില്ല. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം നമുക്ക് തന്നെ ഒരു വാല്യൂ കൊടുക്കുക. അപ്പൊ നെക്സ്റ്റ് പോയിന്റ് വന്നിട്ട് നിങ്ങളുടെ ഹാപ്പിനെസ് നിങ്ങളിൽ തന്നെ കണ്ടെത്തുക, മറ്റൊരാളിൽ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. ഇപ്പൊ നമ്മളൊരു ഫ്രണ്ട് ആയിരിക്കാം, റിലേഷൻഷിപ്പ് ആയിരിക്കാം, ആ ഒരു പേഴ്സൺ ഉണ്ടെങ്കിൽ നമ്മൾ ഹാപ്പി ആവുള്ളൂ. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ സ്കൂളിൽ പോകുമ്പോൾ ആ ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിലേ നമുക്ക് സ്കൂളിൽ പോകാൻ പറ്റുള്ളൂ. ആ ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലാസ്സിൽ ഹാപ്പിനെസ് ഉള്ളൂ. ചിലവര് ഇപ്പൊ അവള് ആ കോഴ്സ് എടുക്കുള്ളൂ, അപ്പൊ ഞാനും ആ കോഴ്സ് എടുക്കുള്ളൂ. അവള് ആ കോളേജിലേ പോകുള്ളൂ, അപ്പൊ ഞാനും ആ കോളേജിലേ പോകുള്ളൂ. അങ്ങനെയല്ല, ആ ഒരു പേഴ്സൺ ഇല്ലെങ്കിലും നമുക്ക് നാളെ ജീവിക്കണം. അപ്പൊ നമ്മൾ ഒറ്റയ്ക്ക് നമ്മൾ തന്നെ ഹാപ്പിനെസ് കണ്ടുപിടിക്കാം. നെക്സ്റ്റ് പോയിന്റ് വന്നിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ടീനേജേഴ്സിനായാലും അല്ലാത്തവർക്കായാലും ഒരുപോലെ യൂസ് ആവുന്ന ഒരു കാര്യമാണ്. ബൗണ്ടറി സെറ്റ് ചെയ്യാം. ഇപ്പൊ ഏതൊരു പേഴ്സൺ ആയിട്ടാണെങ്കിലും നമ്മൾ ആദ്യം ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെക്കാം. ആ ഒരു ബൗണ്ടറിയുടെ അകത്തോട്ട് ആ ഒരു പേഴ്സണെ കയറ്റാതിരിക്കുക. ആരായാലും, ഇപ്പൊ ഫ്രണ്ട് ആയാലും റിലേഷൻഷിപ്പ് ആയാലും നമ്മുടെ ഫാമിലി മെമ്പർ ആയാലും ആരായാലും ആ ഒരു ബൗണ്ടറിയുടെ ഇതുവരെ ആൾക്ക് എൻട്രി ഉള്ളൂ. ബൗണ്ടറിയുടെ അകത്തോട്ട് എൻട്രി ഇല്ല, നോ എൻട്രി, അങ്ങനെ തന്നെ വെക്കുക. ഇപ്പൊ ഞാന് എൻ്റെ ആ ഒരു ടൈമില് എനിക്കറിയില്ലായിരുന്നു എങ്ങനെ ബൗണ്ടറി കീപ്പ് ചെയ്യാ, എനിക്കൊന്നും അറിയില്ലായിരുന്നു. ആരും എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല. ഞാൻ അനുഭവത്തിലൂടെയാണ് കുറേ കാര്യങ്ങൾ അനുഭവിച്ച് കിട്ടി അങ്ങനെയാണ് ഞാൻ ഓരോ കാര്യങ്ങളും പഠിച്ചത്. ഞാൻ ആരെ കണ്ടാലും പെട്ടെന്ന് ട്രസ്റ്റ് ചെയ്യും. സംസാരിച്ച് കമ്പനി ആയി കഴിഞ്ഞാൽ ഞാൻ ട്രസ്റ്റ് ചെയ്ത് അവരവരുടെ കാര്യങ്ങൾ പറയും. അവർ ചിലപ്പോൾ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങള് അവിടെ പിടിച്ച് ഹോൾഡ് ചെയ്ത് നിർത്തിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളായിരിക്കും പറയണ്ടാവുക. അത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ലായിരുന്നു ആ ഒരു ടൈമില്. അവരവരുടെ കാര്യങ്ങൾ പറയും, ഞാൻ എൻ്റെ കാര്യങ്ങളും പറയും. അങ്ങനെ നമ്മൾ പേഴ്സണൽ കാര്യങ്ങൾ ഷെയർ ചെയ്ത് അവരായിട്ട് എപ്പോഴും നമ്മൾ അങ്ങനെ ആവില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിന് തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു പേഴ്സണൽ കാര്യമില്ലേ, അത് അവർ യൂസ് ചെയ്യും ആ ഒരു ടൈമില്. അപ്പൊ ബൗണ്ടറി കീപ്പ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്, ഇപ്പൊ ഏതൊരു പേഴ്സണും പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ടാവും. ആ ഒരു പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഏതൊരാളോടും ഷെയർ ചെയ്യാണ്ടിരിക്കുക. നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ എന്തെങ്കിലും ഇഷ്യൂ ആയിട്ടുണ്ടെങ്കിൽ നമ്മളാണ് അതിന് സൊല്യൂഷൻ കണ്ടെത്തേണ്ടത്. ബാക്കിയുള്ളവർ പറഞ്ഞു തരും, അവരുടേതായ കാര്യങ്ങൾ പറഞ്ഞു തരും. ലാസ്റ്റ് സൊല്യൂഷൻ നമ്മളാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം ആരോടും പറയാണ്ടിരിക്കുക. ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ട് എല്ലാവരെയും നിർത്തുക. അതിപ്പോ തന്നെ ശീലിച്ചു തുടങ്ങി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ കുറെ എൻ്റെ ഫ്രണ്ട് ചീറ്റ് ചെയ്ത് എൻ്റെ ആ കാര്യം അവൾ അവിടെ പോയി പറഞ്ഞു ഇവിടെ പോയി പറഞ്ഞു അങ്ങനൊന്നും നമുക്ക് ഭാവിയിൽ ദുഃഖിക്കേണ്ടി വരില്ല. ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തോ ഒരു ബൗണ്ടറി കീപ്പ് ചെയ്തിട്ട് എല്ലാ ഫ്രണ്ട്സിനെ ഏത് റിലേഷൻഷിപ്സ് ആയാലും നിർത്താൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ടിപ്പ് വന്നിട്ട് നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് ഡിഫറെൻ്റ് ആണ് എന്ന് അക്സെപ്റ്റ് ചെയ്യുക. നമ്മൾ ഡിഫറെൻ്റ് ആണ്, ഓരോ പേഴ്സണും ഡിഫറെൻ്റ് ആണ്. ഇപ്പം ഞാൻ ഡിഫറെൻ്റ് ആണ്, എൻ്റെ ഇപ്പോൾ സിസ്റ്റർ ഉണ്ടാവും, സിസ്റ്റർ ഡിഫറെൻ്റ് ആണ്, നമ്മൾ സിബ്ലിങ്സ് ആയിരിക്കാം, പക്ഷെ ഡിഫറെൻ്റ് ആണ്. നമ്മുടെ ചിന്താഗതി ഡിഫറെൻ്റ് ആണ്, നമ്മുടെയൊക്കെയുള്ള കഴിവുകൾ ഡിഫറെൻ്റ് ആണ്, എല്ലാം ഡിഫറെൻ്റ് ആണ്. എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ടീച്ചർ ഇപ്പോൾ സ്കൂളിലോ കോളേജിലൊക്കെ പഠിക്കുന്ന ടൈമിൽ ടീച്ചേഴ്സ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അങ്ങനെ ചിലപ്പോൾ സിലബസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആവില്ല, അല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ ചോദിക്കും. എനിക്ക് അതിൻ്റെ ആൻസർ അറിയാതിരിക്കാം. ഞാൻ പറഞ്ഞാൽ തെറ്റിപ്പോവോ, എല്ലാവരും മുന്നിൽ വെച്ച് ഞാൻ പൊട്ടത്തരെ പറഞ്ഞ് നാണം കേടണോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഞാൻ പറയാണ്ട് മിണ്ടാണ്ടിരിക്കും. എല്ലാവരും പറയട്ടെ വിചാരിച്ചിട്ട്. അപ്പൊ അവരുടെ ഒക്കെ ചിലപ്പോ ആൻസർ സെയിം ആയിരിക്കാം, പക്ഷെ ഞാനത് പറയില്ല, തെറ്റായിരിക്കും എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ അവര് വേറെ പറയുന്നത് ഞാൻ വേറെ മനസ്സിൽ വിചാരിച്ചാൽ തെറ്റായിരിക്കും എന്ന് ഞാൻ തന്നെ അങ്ങ് വിലയിരുത്തും. എന്നിട്ട് ടീച്ചർ അത് പറയുമ്പോൾ അതായിരിക്കും ഞാൻ മനസ്സിൽ എന്താണ് ഉദ്ദേശിച്ചത്, അതായിരിക്കും കറക്റ്റ് ആൻസർ. അപ്പൊ നമ്മള് തെറ്റോ എന്ന് വിചാരിച്ചിട്ട് നമ്മളെ മൈൻഡിൽ വരുന്ന ഓരോ കാര്യങ്ങള് പറയേണ്ടടുത്ത് പറയാതിരിക്കരുത്, പറയണം. തെറ്റിക്കോട്ടെ, തെറ്റുന്നല്ല ഓരോന്ന് പഠിക്കുന്നത്. അപ്പൊ തെറ്റാലും ശരിയാണെങ്കിലും എന്താണ് നമുക്ക് മൈൻഡിൽ വരുന്നത് അതങ്ങ് പറയാം. നെക്സ്റ്റ് ടിപ്പ് വന്നിട്ട് ആരിൽ നിന്നും ഒന്നും എക്സ്പെക്ട് ചെയ്യാതിരിക്കുക. ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ഒന്നും ആർക്കും ചെയ്യരുത്. സ്നേഹത്തിന്റെ കാര്യമായാലും അതെ,
സ്നേഹം നമ്മളിപ്പോ നമ്മളൊരു എനിക്കൊരു ഫ്രണ്ടിന് ഭയങ്കര ഇഷ്ടം, ഞാൻ അവളെ ഭയങ്കര ടേക്ക് കെയർ ചെയ്യുന്നു, അവൾക്ക് എനിക്ക് എന്ത് കിട്ടിയോ അതിന്റെ പകുതി ഞാൻ അവൾക്ക് കൊടുക്കുന്നു. അപ്പൊ ഞാൻ വിചാരിക്കും, ഓ അവൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും, അതുപോലെ എന്നോട് ഇഷ്ടം ഉണ്ടാവും, അതുപോലെ എന്നെ ടേക്ക് കെയർ ചെയ്യും, അവൾക്ക് എന്ത് കിട്ടിയാലും പകുതി എനിക്ക് തരും, അങ്ങനൊക്കെ വിചാരിക്കാം. അങ്ങനൊന്നും വിചാരിക്കാതിരിക്കുക. നമുക്ക് ആ ഒരു പേഴ്സണെ നമുക്ക് സ്നേഹിക്കണമെങ്കിൽ നമുക്ക് സ്നേഹിക്കാം, നമുക്ക് എന്തെങ്കിലും കൊടുക്കണം നമുക്ക് കൊടുക്കാം, പക്ഷെ അത് തിരിച്ച് പ്രതീക്ഷിച്ചുകൊണ്ടാവരുത്. ഇപ്പൊ ഫിനാൻഷ്യലി ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്ത് വിചാരിക്കും, നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഹെൽപ്പ് ചെയ്ത് ആ ഒരു പേഴ്സൺ ആയിരിക്കില്ല നമുക്ക് തിരിച്ച് ഹെൽപ്പ് ചെയ്യുക, വേറെ ആരെങ്കിലും ഒക്കെ ആയിരിക്കും. ചിലപ്പോൾ നമുക്ക് പരിചയമില്ലാത്ത ആരെങ്കിലും ആയിരിക്കും, വേറെ പേഴ്സണാണ് നമുക്ക് ആ ഒരു ഹെൽപ്പായിട്ട് വരിക. നമ്മളെ സഹായിച്ച ആ ഒരു പേഴ്സൺ അതിലുണ്ടാവേ ഇല്ല, അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇങ്ങനെ തടി ഉരി പോകും. അപ്പോ സ്നേഹത്തിന്റെ കാര്യമായാലും ഒന്നും എക്സ്പെക്ട് ചെയ്തുകൊണ്ട് സ്നേഹിക്കരുത്. ഒന്നും ചെയ്ത് സ്നേഹിക്കാൻ മാത്രമല്ല, ഒന്നും ചെയ്യരുത്. നമുക്ക് എന്ത് ചെയ്യാൻ തോന്നുന്നു നമ്മൾ അതങ്ങ് ചെയ്യാം, പക്ഷെ അത് തിരിച്ച് പ്രതീക്ഷിക്കരുത്. നെക്സ്റ്റ് ടിപ്പ്, നിങ്ങളെ തന്നെ നിങ്ങൾ കമ്പയർ ചെയ്യാതിരിക്കുക. ഇപ്പൊ നമ്മള് പലരെയും പലരായിട്ട് കമ്പയർ ചെയ്യും. നമ്മളെല്ലാം ഇപ്പൊ നമ്മൾ അവൾക്ക് നോക്കിയാവോ, അവൾ അങ്ങനെയാണ്, അപ്പൊ ഇവളെന്താ അങ്ങനെ ഇല്ലാത്ത, നമ്മള് ബാക്കിയുള്ളവരെ കമ്പയർ ചെയ്യണ നമ്മളെ തന്നെ കമ്പയർ ചെയ്യാതിരിക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഞാനും വേറൊരു പേഴ്സണും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അവൾ നന്നായി ഡാൻസ് കളിക്കും, അവൾ നന്നായി പാട്ട് പാടും, അവൾക്ക് നല്ല പഠിക്കാൻ ബുദ്ധിയുണ്ട്. പക്ഷെ അപ്പൊ നമ്മൾ ചിന്തിക്കും, നമ്മളും ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ഒരു ടീച്ചറാണ് ക്ലാസ് എടുക്കുന്നത്, എന്നിട്ട് അവൾക്ക് പറ്റുന്നുണ്ടല്ലോ എനിക്ക് പറ്റണില്ലല്ലോ, അങ്ങനെ കമ്പയർ ചെയ്യരുത്. ഓരോ പേഴ്സണും ഡിഫറെന്റ് ആണ്, ക്യാരക്ടർ ഡിഫറെന്റ് ആണ്, നമുക്ക് ഉള്ള കഴിവുകൾ ഡിഫറെന്റ് ആണ്. അപ്പൊ നമ്മൾ എല്ലാത്തിലും പങ്കെടുത്ത് നമുക്ക് ഏതിലാണോ കഴിവ് അതിനെ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കാം, അതിനെ ഇമ്പ്രൂവ് ചെയ്തിട്ട് വളർത്തിയെടുക്കുക. അല്ലാണ്ട് ബാക്കിയുള്ളവരായിട്ട് കമ്പയർ ചെയ്ത് വെറുതെ ടൈം കളയാണ്ട് ഏത് മേഖലയിലാണ് കഴിവെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റിയൊരു ടൈം, ആ ഒരു ടൈമിൽ നമ്മൾ എല്ലാം നമുക്ക് അറിയോ അറിയില്ലേ എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. പിന്നെ വേണ്ടത് സെൽഫ് ലവ്. ആദ്യം വേണ്ടത് നമുക്ക് സെൽഫ് ലവ് ആണ്. നമ്മൾ തന്നെ സ്നേഹിക്കുക. വേറെ ആരും നമ്മളെ സ്നേഹിക്കാൻ ഉണ്ടാവില്ല. ഫ്രണ്ട്സ് ഉണ്ടാവും, ചിലപ്പോൾ ലവേഴ്സ് ഒക്കെ ഉണ്ടാവും സ്നേഹിക്കുന്നത്, പക്ഷെ ആദ്യം നമ്മൾ സ്നേഹിച്ചാലേ അവര് സ്നേഹിക്കുള്ളൂ. എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്, കണ്ണാടിലൊക്കെ നോക്കി ഞാൻ പറയാറില്ല എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്, നമ്മുടെ കണ്ണ് നല്ല ഭംഗിയുണ്ട്, അങ്ങനെ നമ്മളെ തന്നെ ലവ് ചെയ്യാൻ ശ്രമിക്കുക. പാട്ടൊക്കെ പാടുക, അതൊക്കെ വിടുക, എന്നിട്ട് നമ്മൾ അതന്നെ ആസ്വദിച്ചിരിക്കുക. അപ്പോ നമുക്കൊരു സെൽഫ് ലവ് വരും. ഇപ്പൊ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ടൈമില് എപ്പോഴോ ഒരു മാഷോ ടീച്ചറോ ചോദിച്ചായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്, ചെറുതായിട്ടൊരു ഓർമ്മയുണ്ട്. ചെറിയ ക്ലാസ് പഠിക്കുമ്പോഴായിരുന്നു, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേഴ്സൺ ആരാണ്? എല്ലാവരും പറഞ്ഞു ഗാന്ധിജി, പിന്നാരാ മദർ തെരേസ, അമ്മ, അച്ഛൻ, അങ്ങനൊക്കെ പറഞ്ഞു. അമ്മ അച്ഛനൊന്നും ഇഷ്ടപ്പെടണ്ട എന്നല്ല ഞാൻ പറയുന്നത്, ഇഷ്ടപ്പെടണം, പക്ഷേ ഫസ്റ്റ് ഇഷ്ടപ്പെടുന്നത് നമ്മളാണ്. അന്നാണ് ആ സാറ് പറഞ്ഞത്, നിങ്ങളെ ഇഷ്ടപ്പെടുന്നുള്ളൂ. എന്നാണ് ഞാൻ ആലോചിച്ചു, ഇവരെ ആരും ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാരാന്ന് ചോദിച്ചിട്ട് എന്നെ തന്നെ എനിക്ക് ഇഷ്ടമാണെന്ന് ഞാൻ പറയാൻ കേട്ടിട്ടില്ല. അന്നാണ് സാർ അങ്ങനെ പറഞ്ഞപ്പോ ഞാനും കൂടി ഒന്ന് ആലോചിച്ചു. അതിനുശേഷം ഞാൻ എന്നെ തന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങി, എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. നെക്സ്റ്റ് വന്നിട്ട് നോ പറയാൻ പഠിക്കാം. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ആരെങ്കിലും ഇപ്പൊ എന്തെങ്കിലും ഹെൽപ്പ് ചോദിക്കുകയോ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നോ പറയാ. ഇപ്പൊ ആരെങ്കിലും പറയാടാ അതൊന്നും ചെയ്തു തരുമോ, പറ്റില്ല എന്ന് എനിക്കറിയാം, പക്ഷെ എന്റെ മനസ്സിലുണ്ടാവും. പക്ഷെ ആ ആളോട് എനിക്ക് തുറന്ന് പറയാനൊരു ബുദ്ധിമുട്ടാണ്. ഇല്ല എനിക്ക് പറ്റില്ല, അങ്ങനെ എങ്ങനെ മുഖത്ത് നോക്കി പറയും, അങ്ങനെയുള്ള ഒരു ചിന്ത ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വെക്കുക. നമുക്ക് പറ്റാത്താണ് നമ്മൾ തുറന്നു പറയുക. ഞാൻ കുറച്ച് മുന്നെയാണ് അത് റിയലൈസ് ചെയ്തിട്ട് നോ പറയേണ്ടടുത്ത് ഞാൻ നോ പറയാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ നമ്മൾ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കും, അങ്ങനെ ഒരു ചിന്ത വേണ്ട. അവരെന്തോ വിചാരിച്ചോട്ടെ, നമുക്ക് പറ്റാത്ത കാര്യമാണ് നമ്മൾ പറ്റില്ല എന്ന് പറയുന്നത്. അപ്പൊ നോ പറയേണ്ടടുത്ത് നോ തന്നെ പറയാ. ഇപ്പോഴേ നോ പറഞ്ഞ് ശീലിച്ചാൽ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പേടിക്കാണ്ട് എവിടെ വേണമെങ്കിലും നോ പറയാൻ പറ്റും. അപ്പൊ നോ പറയേണ്ടടുത്ത് നോ പറയും. പിന്നെ വന്നിട്ട് മണി മാനേജ്മെന്റ്. പാർട്ട് ടൈം ജോബൊക്കെ പോയിട്ടൊക്കെ കാശ് ഉണ്ടാക്കുന്ന പിള്ളേരുണ്ടാവില്ല, അവര് ചിലപ്പോൾ ഇപ്പൊ ഞാനൊക്കെ എനിക്ക് ഫസ്റ്റ് പൈസ കിട്ടാൻ തുടങ്ങിയപ്പോൾ ആദ്യം ലിപ്സ്റ്റിക് വാങ്ങിക്കുക, സ്കിൻ കെയർ പ്രോഡക്ട്സ് വാങ്ങിക്കുക, അതിന് വേണ്ടിയിട്ടാണ് കാശ് ഉണ്ടാക്കുന്നത്. കാശ് കിട്ടിക്കഴിഞ്ഞാൽ അതാണ് ഞാൻ ആദ്യം ചെയ്യുക. പക്ഷെ അങ്ങനെയല്ല, നമ്മള് കിട്ടുന്നതിന്റെ ഒരു 10% സേവിങ്സ് ആയിട്ട് വെക്കുക, എന്നാലേ നമുക്ക് കാര്യമുള്ളൂ. ഇപ്പൊ നാളെ നമുക്ക് എന്തെങ്കിലും ഒരാവശ്യം വന്നു, 1000 രൂപയുടെ ആവശ്യം വന്നു, ഇപ്പൊ അന്ന് ഒരാളെ വിളിച്ച് ചോദിക്കേണ്ട അവസ്ഥ വരരുത്. ഞാൻ ഇപ്പൊ ആണ് അത് പഠിച്ചത്. ഞാൻ ഇപ്പൊ എനിക്ക് എൻ്റെ കയ്യിൽ 1000 കിട്ടിക്കഴിഞ്ഞു, ഫോർ എക്സാമ്പിൾ പറയണം, 1000 കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 1000 എനിക്ക് ചെലവാക്കണം. അത് വാങ്ങിച്ച് ഇത് വാങ്ങിച്ച് ഫുഡ് കഴിച്ച് ഫ്രണ്ട്സിനൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അങ്ങനെയൊക്കെ തീർക്കുന്ന ഒരു സ്വഭാവമാണ് എൻ്റെ. പക്ഷെ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. അത് അപ്പോഴത്തെ ഒരു ഹാപ്പിനെസ് ഉണ്ടാവുള്ളൂ. പക്ഷെ നാളെ നമുക്ക് എന്തെങ്കിലും ആ ഒരു 1000 500 ആവശ്യം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ അപ്പം ഇല്ല. നമ്മൾ വേറെ ഒരാളെ വിളിച്ചിട്ട് ചോദിക്കാം അവിടെ 1000 ഉണ്ടോ, അപ്പൊ അവരുടെ കയ്യിലും ഇല്ല. അപ്പൊ നമ്മള്
നമുക്ക് കിട്ടുന്ന പൈസയിൽ ഒരു 10% സേവിങ്സ് വെക്കാം. ഇപ്പൊ ചെറിയ പിള്ളേരാണെങ്കിലും കുറച്ച് ഒരു 1000 കിട്ടി കഴിഞ്ഞാൽ 100 അല്ലെങ്കിൽ ഒരു 50 എടുത്ത് വെക്കുക. നമുക്ക് ഭാവിയിലല്ല കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ നമുക്ക് തന്നെ യൂസ്ഫുൾ ആയിരിക്കും, വേറെ ആർക്കും കൊടുക്കണ്ട. നെക്സ്റ്റ് ടിപ്പ് വന്നിട്ട് എല്ലാ കാര്യങ്ങളിലും എൻഗേജ്ഡ് ആവുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സ്കൂളിൽ ഞാൻ നേരത്തെ പറഞ്ഞ് സ്കൂളിൽ നമുക്ക് കുറേ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. സ്പോർട്സ് ആയാലും ഡാൻസ് ആയാലും മോണാക്ട്, ഡ്രാമ, അത് ഇത് അതിലെല്ലാം കുറേ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. നമ്മൾ എല്ലാത്തിലും പോയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നമ്മൾ ചിന്തിക്കുമോ എനിക്ക് അഭിനയിക്കാൻ കഴിയില്ല, എനിക്ക് ഡാൻസ് കളിക്കാൻ അറിയില്ല, എനിക്ക് പാട്ട് പാടാൻ അറിയില്ല, ഞാൻ ചെയ്താൽ റെഡിയാവോ, അങ്ങനൊന്നും വിചാരിക്കാതെ ചുമ്മാ അങ്ങ് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നോക്കുക. ചിലപ്പോൾ നമുക്ക് അതിലായിരിക്കും കഴിവ്. നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. അപ്പൊ എല്ലാത്തിലും പങ്കെടുത്തിട്ട് നമ്മളെ കഴിവ് കണ്ടുപിടിക്കും. ഇപ്പൊ ഞാനൊക്കെ ചിലതിലൊന്നും എനിക്ക് ചിലതിലൊക്കെ ഞാൻ ഓടിപ്പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ചിലതൊന്നും ഞാൻ വിചാരിക്കും എനിക്കറിയില്ല. ഞാൻ തന്നെ അങ്ങ് പറയാണ് എനിക്കറിയില്ല. ഞാൻ തന്നെ അങ്ങ് മനസ്സിൽ വിചാരിച്ച് ഞാൻ തന്നെ അങ്ങ് കൺഫേം ആക്കുക എനിക്ക് അതിനുള്ള കഴിവില്ല. പക്ഷെ അങ്ങനെയല്ല, അന്ന് ഞാൻ എല്ലാത്തിലും പങ്കെടുത്ത് എനിക്ക് ആ ഒരു കഴിവൊക്കെ ഒന്ന് ഞാൻ ഇമ്പ്രൂവ്മെന്റ് ചെയ്തായിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് പലതും പറ്റിയാണ്. പക്ഷെ ഞാൻ അന്ന് പേടിച്ച് പിന്മാറി. അന്നൊന്നും എനിക്ക് ആരും പറഞ്ഞു തന്നിട്ടില്ല എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, നമുക്ക് ഏതിലെ കഴിവുണ്ടെന്ന് കണ്ടുപിടിക്കാതെ ഒന്നും ഒരാൾ എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല. ചിലർക്ക് വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞു കൊടുക്കുക, എനിക്ക് അങ്ങനെ ആരും പറഞ്ഞു തന്നിട്ടില്ല. ഞാനത് മനസ്സിലാക്കിയെടുത്തൊരു കാര്യമാണ്. അപ്പൊ എനിക്കറിയാവുന്ന എന്റെ കസിൻസിനോടായാലും അതെ ചെറിയ പിള്ളേരുണ്ടാണെങ്കിൽ ഞാൻ അവരോട് പറയാറുണ്ട് എല്ലാത്തിലും പങ്കെടുക്കുക. എന്നെ കൊണ്ട് പറയാൻ പറ്റുന്നിടത്തോളം ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പൊ എല്ലാവരും അത് ചെയ്യുക. ലാസ്റ്റ് ടിപ്പ് വന്നിട്ട് ഒരുപാട് ഫ്രണ്ട്സിനെ ഉണ്ടാക്കുക. ഈ ഒരു ടൈമിലാണ് നമുക്ക് ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ടൈം. 10th നമുക്ക് കുറെ ഫ്രണ്ട്സിനെ കിട്ടും. ആ ഫ്രണ്ട്സ് ചില ഫ്രണ്ട്സ് പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ കൂടെ ഉണ്ടാവും, ചിലർ കൂടെ ഉണ്ടാവില്ല. +2 നമുക്ക് വേറെ ഫ്രണ്ട്സ് ഉണ്ടാവും. ഇപ്പൊ പുറത്തൊക്കെ പഠിക്കാൻ പോവാണെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ തൃശ്ശൂരാണ്. ഇപ്പൊ തൃശ്ശൂരുള്ളടത്ത് മാത്രമല്ല ബാക്കിയുള്ള സ്ഥലത്തു നിന്നുള്ള പിള്ളേരുണ്ടാവും. അപ്പൊ നമ്മൾ അവരോട് കൂടുതൽ കമ്പനിയായി ഇടപഴകി അവരുടെ നാട്ടിലെ കൾച്ചർ എന്താ അത് നമ്മൾ പഠിക്കും. അവരുടെ നാട്ടിൽ ഓരോ സ്പെഷ്യൽ ഫുഡ് ഉണ്ടാവും, അത് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പൊ എൻ്റെ സൈഡിലൊന്നും തെയ്യം അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. ഇപ്പൊ കണ്ണൂര് ആ ഒരു സൈഡിലൊക്കെ തെയ്യുണ്ട്. ഞാൻ ഇവിടെ മംഗലാപുരത്ത് പഠിക്കാൻ വന്നിട്ടാണ് ഫ്രണ്ട്സിൻ്റെ കയ്യിലാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ കൾച്ചറാണ്, ഓരോ ഫുഡാണ്, അതൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം, ഓരോ ആൾക്കാർക്കും ഓരോ സ്വഭാവമാണ്. അപ്പൊ നമ്മൾ അതും പഠിക്കും. ഇങ്ങനെയൊക്കെ ആൾക്കാരുണ്ടായിരുന്നു. ഞാനൊക്കെ ഞെട്ടിപ്പോയിട്ടുണ്ട്, ഇങ്ങനത്തെ ആൾക്കാരുണ്ടോ, നമ്മൾ അങ്ങനത്തെ ഒന്നും കണ്ടിട്ടില്ല. നമ്മള് ഈ സ്കൂളിലും +1 +2 ഡെയിലി കാണുന്ന ഹായ് ബൈ നമ്മളപ്പാ കാണുന്ന ഒരു സ്കൂളിലിരിക്കുന്ന ആ ഒരു രാവിലെ തൊട്ടിട്ട് ഇപ്പോ 10 മണി തൊട്ടിട്ട് 4 മണി വരെ ആ ഒരു ടൈമിലുള്ള കണക്ഷനേ ഉള്ളൂ. പക്ഷെ കൂടെ ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് അവരെന്താണ്, അവരെങ്ങനെയാണ്, അവരുടെ സ്വഭാവം ഇതാണ് എന്നൊക്കെ നമ്മൾ കൂടെ ഒരുമിച്ച് നിന്നാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ അതും പല നാട്ടിൽ നിന്നുള്ള പിള്ളേരാണെങ്കിൽ നമ്മൾ പലതും കുറെ കാര്യങ്ങൾ പഠിക്കും. കുറെ ഫ്രണ്ട്സിനെ ഉണ്ടാക്കാം. നമുക്ക് എത്രത്തോളം ഉണ്ടാക്കാൻ പറ്റുമോ അത്രത്തോളം ഫ്രണ്ട്സിനെ ഉണ്ടാക്കാം. ആ ഒരു ഫ്രണ്ട്സിന്റെ നമ്മൾ കുറെ നമ്മുടെ ലൈഫിലോട്ട് വേണ്ട കാര്യങ്ങൾ പഠിച്ചിരിക്കും. ഞാനൊക്കെ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ഓരോ ഫ്രണ്ട്സിന്റെ ഓരോ പാഠങ്ങളുണ്ട് പഠിക്കാൻ. അത് പഠിച്ച് എടുത്ത് ഒഴിവാക്കേണ്ട ഫ്രണ്ട്സ് ആണെങ്കിൽ ഒഴിവാക്കുക, കൂടെ പിടിച്ച് നിർത്തേണ്ട ഫ്രണ്ട്സ് ആണെങ്കിൽ അത് ഹോൾഡ് ചെയ്ത് നിർത്തുക. ഫ്രണ്ട്സ് ഹോൾഡ് ചെയ്ത് നിർത്തേണ്ട ആവശ്യമില്ല, നിൽക്കുന്നവരാണെങ്കിൽ നിൽക്കും. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ പറ്റും ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ. ഒത്തിരി ഫ്രണ്ട്സ് ലൈഫ് ലോങ് ഉണ്ടാവണമെന്നില്ല. അതുപോലെ എൻ്റെ ആവുമ്പോൾ ഇപ്പൊ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടാക്കി ഫുള്ള് ഫ്രണ്ട്സ് ഉണ്ടാവണമെന്നില്ല. കുറച്ച് വിരലുണ്ടാവുന്ന കുറച്ച് ഫ്രണ്ട്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, അത് മതി. അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞ് കുറേ ആയി. അപ്പൊ ഞാൻ വീഡിയോ നിർത്താണ്. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ടീനേജേഴ്സിന് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് എന്താണ് എക്സ്പീരിയൻസ് ചെയ്തത് അതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചിലപ്പോ ഇപ്പൊ ഞാൻ പറയുന്നത് ചെറിയ പിള്ളേരൊക്കെ ഉണ്ടാവും, +1 +2 പഠിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ടാവും. അവരൊന്നും ഇതുകൂടെ വിടും. നമ്മളിപ്പോ എനിക്കും ആ ഒരു ടൈമിൽ അങ്ങനെയായിരുന്നു. ഒരാൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് എടുക്കില്ല. ഞാൻ കുറെ കിട്ടി അനുഭവിച്ചപ്പോഴാണ് ഞാൻ പഠിച്ചത്. അങ്ങനെ കിട്ടി അനുഭവിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നത്. അപ്പൊ എടുക്കേണ്ടവർക്ക് എടുക്കാം, അല്ലാത്തവർക്ക് അനുഭവത്തിലൂടെ ഓരോന്ന് പഠിക്കാം. അപ്പൊ ഞാൻ നിർത്താണ്. അപ്പൊ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, പിന്നെ ഒരു ബെല്ലൈക്കൻ ഇല്ല, അതുകൂടി ഒന്ന് അമർത്തിക്കുക. അപ്പൊ ഓക്കെ, ബൈ.